നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പം ഉണ്ടാക്കി കയ്യിൽ വെക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിനൊന്ന് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ബ്രെഡ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാ മൈദയുടെ ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഏതെങ്കിലും ഒരു സോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കച്ചപ്പാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഷെസ്വാൻ സോസോ അല്ലെങ്കിൽ പിസ്സ സോസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ സോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മയോണൈസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കെച്ചപ്പ് മാത്രം ആയതുകൊണ്ടാണ് കുറച്ച് മയോണൈസും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ചീസിൻ്റെ സ്ലൈസ് ഓരോന്നായിട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലൈസസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ചേർത്ത് കൊടുത്താലും മതി. അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതുപോലെ ഒറിഗാനോ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ പീസസ് ഇല്ലേ, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള മല്ലിയിലൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എഗ് പീസസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഒറിഗാനും അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടെ വെച്ചിട്ടൊന്നിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്നിങ്ങനെ മെൽറ്റാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം സിമ്മിലാക്കി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ആ ഒരു ചീസൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് അതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു മുട്ടയൊന്നിങ്ങനെ ഇളകി പോവാതെ നല്ല രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിടുക. എന്നിട്ട് ആ ഒരു സൈഡും കുറച്ച് സമയം ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് മറിച്ചിടാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗാണ്. പിന്നെ ആ ഒരു ചീസ് ഓൾറെഡി നമ്മളിങ്ങനെ അടച്ചു വെച്ച സമയത്ത് തന്നെ മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ടു. ആ ഒരു സൈഡും ചെറുതായിട്ടൊന്നിങ്ങനെ റെഡി ആയപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പുഴുങ്ങിയ മുട്ടയുടെ മേലൊക്കെ ഇങ്ങനെ ടോസ്റ്റായിട്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് രണ്ടും ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. പുഴുങ്ങിയ മുട്ട കുട്ടികൾക്ക് പൊതുവേ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ആ ഒരു യോക്കിൻ്റെത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ചില്ലി ഫ്ലേക്സും മുറിക്കാനും പിന്നെ ആ ഒരു ചീസ് മെൽറ്റ് ആയതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.